ഇന്ത്യക്ക് നെഞ്ചെടുപ്പ് കൂട്ടി ഇസ്രായേൽ ഇറാൻ കനത്ത പോര് തുടരുമ്പോൾ ഇരു രാജ്യങ്ങളുമായി സഹകരിച്ച് ഒട്ടേറെ ബൃഹത് പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് യുദ്ധം. ഇസ്രായേൽ തുടക്കമിട്ട യുദ്ധം ഇറാന്റെ തിരിച്ചടിയിലൂടെ കൂടുതൽ മുറുകിയിരിക്കുന്നു. അമേരിക്ക കൂടി പ്രത്യക്ഷമായി ഇറങ്ങിയാൽ പോര് ഏറെക്കാലം നീളും. ഒരു കാലത്ത് അടുത്ത സൗഹൃദം നിലനിർത്തിയിരുന്ന രാജ്യങ്ങളാണ് ഇറാനും ഇസ്രായേലും അമേരിക്കയും. ഇസ്ലാമിക വിപ്ലവം നടക്കുകയും ഷാ ഭരണകൂടത്തെ അട്ടിമറിക്കുകയും ചെയ്തതോടെ ഇറാൻ വേറിട്ട വഴിയിൽ യാത്ര തുടങ്ങി. ഇതോടെ അമേരിക്കയും ഇസ്രായേലും ശത്രുപക്ഷത്തായി. എന്നാൽ ഇറാനുമായി പതിറ്റാണ്ടുകളുടെ ബന്ധമുണ്ട് ഇന്ത്യക്ക്. 1990-കൾക്ക് ശേഷം ഇസ്രായേലുമായും സഹകരിക്കുന്നു. ഇന്ത്യയിലേക്ക് ചരക്കുകൾ എത്തുന്ന പ്രധാന പാതയാണ് ഇറാൻ. പുതിയ സാഹചര്യത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടുന്നു എന്ന് ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഈ ആഴ്ച യോഗം ചേരും. വ്യവസായികളും കമ്പനി ഉടമകളും സംബന്ധിക്കും. ഇസ്രായേലുമായി പ്രതിരോധ രംഗത്ത് കോടി ഇടപാടാണ് ഇന്ത്യ നടത്തിവരുന്നത്. ഇറാനിലെ ചബഹാർ തുറമുഖം ഇന്ത്യയാണ് വികസിപ്പിച്ചത്. വലിയ ലക്ഷ്യത്തോടെയായിരുന്നു ഈ പദ്ധതി. 1000 കോടിയോളം രൂപയാണ് ചബഹാർ തുറമുഖത്തെ ഷാഹിദ് ബിഹിഷ്തി ടെർമിനൽ വികസിപ്പിക്കാൻ ഇന്ത്യ നിക്ഷേപിച്ചിരിക്കുന്നത്. അടുത്ത 10 വർഷത്തേക്ക് ടെർമിനൽ ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ്. അഫ്ഗാനിലേക്കും മധ്യേഷ്യയിലേക്കും ഇന്ത്യക്കുള്ള വഴി ഒരുക്കുന്നത് ചബഹാർ തുറമുഖമാണ്. പാകിസ്ഥാനി സഹായമില്ലാതെ തന്നെ ഇന്ത്യക്ക് വിശാലമായ ലോകം ഇതിലൂടെ തുറന്നുകാട്ടുന്നു. ചബഹാറിലൂടെ 2023-നേക്കാൾ ചരക്കുകടത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓരോ വർഷവും ചരക്കുകടത്ത് വർദ്ധിപ്പിച്ച് മുടക്കുമുതൽ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. ഇതിനെല്ലാം പുറമെ ചൈനയും പാകിസ്ഥാനും ഒരുക്കുന്ന സാമ്പത്തിക ഇടനാഴിക്ക് ബദൽ കൂടിയാണിത്. പാകിസ്ഥാനിലെ ഗോദർ തുറമുഖം വികസിപ്പിക്കുന്നത് ചൈനയാണ്. ചൈനയും ഇന്ത്യയും ഒരേ വിപണിയാണ് ലക്ഷ്യമിടുന്നത്. ചബഹാർ വഴി ചൈനയെയും പാകിസ്ഥാനെയും നേരിടാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. ഇറാൻ വഴി മധ്യേഷ്യ, റഷ്യ, യൂറോപ്പ് എന്നീ മേഖലകളിലേക്കുള്ള ചരക്കുപാതയും ചബഹാറിലൂടെ ഇന്ത്യക്ക് സ്വന്തമായിട്ടുണ്ട്. സൂയസ് കനാലിലൂടെയുള്ള ചരക്കു കടത്തിനേക്കാൾ ചെലവ് കുറഞ്ഞതും വേഗത്തിൽ എത്തുന്നതുമാണ് ചബഹാർ പാത. ഈ വഴി തടയപ്പെട്ടാൽ ആഫ്രിക്കയിലൂടെ വളഞ്ഞ വഴി കണ്ടെത്തേണ്ടി വരും. അത് ചരക്ക് കടത്ത് കൂലി വർദ്ധിപ്പിക്കുന്നതും സമയം നഷ്ടവരുത്തുന്നതുമാണ്. പുതിയ യുദ്ധം കാരണം ചബഹാർ പ്രവർത്തനം നഷ്ടമായാൽ ഇന്ത്യക്ക് ക്ഷീണമാകും. അതാകട്ടെ പാകിസ്ഥാനും ചൈനയും നേട്ടമാക്കുകയും ചെയ്യും. ഇന്ത്യ, UAE, സൗദി അറേബ്യ, ജോർദാൻ, ഇസ്രായേൽ വഴി യൂറോപ്പിലേക്കുള്ള മറ്റൊരു സാമ്പത്തിക ഇടനാഴി 2023-ൽ പ്രഖ്യാപിച്ചിരുന്നു. സൗദി അറേബ്യയും UAEയും ഇതിന് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ചൈനയ്ക്ക് തിരിച്ചടിയാകുമെന്നതിനാൽ അമേരിക്കയുടെ പിന്തുണയുമുണ്ട്. ഇന്ത്യൻ ചരക്കുകടത്തിന്റെ കൂലിയിൽ 30% കുറവ് വരുത്തുന്ന പാതയാണിത്. യാത്രാസമയം 40% കുറയ്ക്കുകയും ചെയ്യും. എന്നാൽ പുതിയ യുദ്ധം ഇതിൽ കരിനിൽ വീഴ്ത്തിയിരിക്കുകയാണ്. ചൈനയുടെ സിൽക്ക് റോഡ് പാതയ്ക്കുള്ള ബദൽ കൂടിയായിരുന്നു ഇന്ത്യ, പശ്ചിമേഷ്യ, യൂറോപ്പ് പാത. യുദ്ധം ശക്തിപ്പെട്ടാൽ ഇറാൻ ഫോർമുസ് കടലിടുക്ക് അടച്ചേക്കും. ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ ഉൾപ്പെടെ വരുന്ന വഴിയാണിത്.